ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ലീഗിൻ്റെ നേതാവ് ഫാത്തിമ തഹ്ലിയെക്കുറിച്ചിട്ട് MSFൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ MSFൻ്റെ VA വഹാബ് എന്ന് പറയുന്ന നേതാവ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ PK നവാസിനെ കുറിച്ചിട്ട് മുൻ ഹരിത നേതാക്കൾ പറഞ്ഞ അഭിപ്രായങ്ങളും, അപ്പോൾ ഈ ഇലക്ഷൻ്റെ സമയത്ത്, ഈ ഒരു നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് ഫാത്തിമ തഹ്ലിയ മീഡിയ വണ്ണിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഹരിത വിവാദം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഹരിതയിലെ പെൺകുട്ടികളെ MSFൻ്റെ അന്നത്തെ നേതാവായ PK നവാസ് വളരെ മോശം രീതിയിൽ ഈ വീഡിയോസും ഫോട്ടോസൊക്കെ നിങ്ങളുണ്ട് എന്ന രൂപത്തിലും, അതുപോലെ തന്നെ വേശ്യ എന്ന രൂപത്തിലൊക്കെയാണ് ഈ പെൺകുട്ടികളെ PK നവാസ് വിളിച്ചത് എന്ന രൂപത്തിലൊക്കെയാണ് പരാതി അന്ന് ലീഗ് നേതൃത്വത്തിന് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ വനിതാ കമ്മീഷൻ അടക്കം ഫാത്തിമ തഹ്ലിയ അടക്കമുള്ള നേതാക്കൾ അന്ന് പരാതി നൽകിയത് വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഈ PK നവാസിനെതിരെ അവർ പരാതി ഈ പാർട്ടിയിലും അതുപോലെ തന്നെ വനിതാ കമ്മീഷനിലടക്കം കൊടുത്തതാണ്. അപ്പോൾ ആ കൊടുത്തതിന് ശേഷം ആ പരാതിന്മേൽ എന്ത് നടപടിയാണ് ലീഗ് നേതൃത്വം സ്വീകരിച്ചത് എന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ ഹരിതയുടെ പോരാളികളാണ് ഈ വനിതാ നേതാക്കൾ. അപ്പോൾ ആ വനിതാ നേതാക്കൾ അന്ന് ആർജവത്തോടെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അന്ന് ഫാത്തിമ തഹ്ലിയ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. വനിതാ കമ്മീഷനിൽ എപ്പോൾ പോയി എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വനിതാ കമ്മീഷനിലേക്ക് അവരെത്തുന്നത് സ്വാഭാവികമായിട്ടും നിരന്തരമായിട്ടുള്ള അവരുടെ അസ്വസ്ഥതകളും അവരുടെ പ്രയാസങ്ങളും കാരണമാണ്. പാർട്ടി വേദിയിൽ അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് അവർ ചെയ്തു കഴിഞ്ഞു. അത് നിങ്ങൾക്കറിയാം, പോഷ് ആക്ട് പ്രകാരമൊക്കെ ഒരു വർക്ക് പ്ലേസ് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഓരോ സംഘടനയും നമ്മൾ എടുക്കുന്നത്. ആ രൂപത്തിൽ അവർ പാർട്ടി വേദിയിൽ അത് പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും ഒരു ഡിലേ എന്നുള്ള ഒരു സംശയത്തിൽ നിൽക്കുമ്പോൾ മാനസികമായിട്ട് ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവർ വനിതാ കമ്മീഷനെ സമീപിക്കുന്നത്. നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളെ ഇനി വ്യക്തിഹത്യ ചെയ്ത് ഇനിയും വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിലാക്കരുത് എന്നുള്ളതാ. സഹിക്കുന്നതിന്റെ അപ്പുറത്ത് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. പാർട്ടി പറയുന്നത് ഈ 2 ആഴ്ച സമയം വിശദീകരണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഇങ്ങനെ ഒരു നടപടി തീർത്തും മിണ്ടാതിരുന്നിട്ടും ഈ രൂപത്തിലൊരു നടപടി ഉണ്ടായതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. എന്നിരുന്നാലും ഈ 2 ആഴ്ചക്കകം ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. എന്തായി പാർട്ടി ഇത് ഉചിതമായിട്ടുള്ള രൂപത്തിൽ എടുത്തുകൊണ്ട് ഞങ്ങൾ നിരന്തരമായിട്ടുള്ള ഒരു മെന്റൽ ട്രോമയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഇത്തരത്തിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെന്റൽ ട്രോമയാണ്. ആ പ്രൊസീജിയറിലൂടെ കടന്നു പോകുമ്പോൾ അതിന് പെട്ടെന്ന് തീരുമാനമാക്കണമെന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് മാനസികമായിട്ട് സമ്മർദ്ദങ്ങളെ ഒരു പരിധിവരെ ഒരു നിയമ നടപടികളിലൂടെ പരിഹരിക്കുക എന്നുള്ളത് കൊണ്ടാണ്. അന്ന് ഈ ഹരിത നേതാക്കൾക്കെതിരെ PK നവാസ് നടത്തിയ പരാമർശം എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടികളുടെ മുഴുവനായിട്ടുള്ള ഫോട്ടോസും വൃത്തികെട്ട രീതിയിലുള്ള വീഡിയോസും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഒരു യൂട്യൂബറിൻ്റെ യാസർ അടപ്പാൾ എന്ന യൂട്യൂബറുടെ കൈവശമുണ്ട്. ഈ യാസർ അടപ്പാളാണ് ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് നടത്തുന്നത് എന്ന രൂപത്തിലുള്ള വളരെ മോശം പരാമർശമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇവർ പരാതി ഉന്നയിച്ച സമയത്ത് പറഞ്ഞു വെച്ചാൽ വേശ്യകളുടെ പരാമർശം അല്ലെങ്കിൽ പരാതി ആര് കൈക്കൊള്ളുന്നു അല്ലെങ്കിൽ ആര് വിലവെക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് അന്ന് PK നവാസ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവർ പറയുന്നത് വെച്ചാൽ പാർട്ടിക്കുള്ളിൽ ഈ ഒരു പരാതി കൃത്യമായിട്ട് ഒത്തുതീർപ്പാക്കി അത് നല്ല രീതിയിൽ അവിടെ തീർത്തു എന്നാണ് ഫാത്തിമ തഹ്ലിയ ഇപ്പോൾ കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത്. എന്നാൽ ഈ PK നവാസിനെതിരെ പരാതി കൊടുത്ത് ഇത്രയും മോശം രീതിയിൽ സംസാരിച്ച ഒരാൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു നിയമസഭ ഈ സമയത്ത് കൃത്യമായിട്ട് തന്നെ PK നവാസിന് സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പരാതി ഉന്നയിച്ച ഫാത്തിമ തഹ്ലിയക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവർക്കൊക്കെ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ കോർപ്പറേഷനിലൊക്കെ മത്സരിക്കാൻ വേണ്ടി സീറ്റ് കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഇവർക്കൊക്കെ സീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ MSFൻ്റെ ജനറൽ സെക്രട്ടറിയായ VA വഹാബ് പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഈ ഫാത്തിമ തഹ്ലിയ അടക്കമുള്ള നേതാക്കൾ, ഹരിതയുടെ നേതാക്കൾ ഈ പാണക്കാട് തങ്ങളുടെ വീട്ടിൽ പോയിട്ട് അവരുടെ കാല് പിടിക്കുകയും തങ്ങളുടെ കാല് പിടിക്കുകയും നേതാക്കന്മാരുടെ കാല് പിടിക്കുകയും നേതാക്കന്മാരുടെ വീട്ടിൽ പോവുകയൊക്കെ ചെയ്തിട്ടാണ് ഇത്തരം സ്ഥാനമാനങ്ങൾ കിട്ടിയത്. അന്നത്തെ കാര്യത്ത് ഈ ഒരു നടപടിക്കെതിരെ അങ്ങോട്ട് അതായത് പെൺകുട്ടികൾക്കെതിരെ മോശം പരാമർശം നടത്തിയ PK നവാസിനെതിരെ പരാതി ഉന്നയിച്ച ഈ ഒരു ഹരിതയുടെ കമ്മിറ്റി ഒട്ടാകെ പിരിച്ചുവിടുന്ന സ്ഥിതിയാണ് അന്നുണ്ടായത്. ഇല്ലെങ്കിൽ അന്ന് ഉണ്ടായതെന്താ? ഹരിതയുടെ മുഴുവൻ കമ്മിറ്റിയെയും പിരിച്ചുവിട്ടു.
എന്നിട്ട് ഇവർ പറയുന്നത് എന്താണ്, ലീഗ് എന്ന സംഘടന അതിനുള്ളിൽ ഈ ഒരു പരാതി കൃത്യമായിട്ട് തന്നെ പഠിച്ചിട്ട് അത് നല്ലൊരു സൊല്യൂഷൻ ആക്കി തന്നതാണ്. എന്നാൽ എന്ത് നടപടിയാണ് ഈ PK നവാസിനെതിരെ ലീഗ് നേതൃത്വം നടത്തിയത് എന്ന് നമുക്കാർക്കും അറിയുന്നതല്ല. ഒരു നടപടിയും നേരിട്ടില്ല. ആ ഒരു MSFൻ്റെ സ്ഥാനത്ത് തന്നെ, അന്നത്തെ സ്ഥാനത്ത് തന്നെ അന്നും ഇന്നും PK നവാസ് ഉണ്ടായിരുന്നു. PK നവാസിന് സ്ഥാനം കയറ്റാണ് കിട്ടിയത്. അതായത് നിയമസഭയിൽ ഒരു സീറ്റ് കൊടുക്കുകയാണ് ലീഗിൻ്റെ നേതൃത്വം ചെയ്തിരിക്കുന്നത്. അപ്പോൾ PK നവാസ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പാടില്ലല്ലോ. എന്നാൽ ഇന്ന് ഈ അഭിമുഖം നടത്തുന്ന സമയത്ത് തന്നെ ഫാത്തിമ തഹ്ലിയ പറയുന്നത് എൻ്റെ നിലപാടിൽ ഒരു മാറ്റവും അക്കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല എന്നാണ്. അതായത് PK നവാസിനെതിരെയുള്ള പരാതിയിൽ അന്ന് എൻ്റെ നിലപാട് ഞാൻ എവിടെയെങ്കിലും മാറ്റിയതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഫാത്തിമ തഹ്ലിയ തയ്യാറാകുന്നില്ല. കാരണം അതൊക്കെ കഴിഞ്ഞ കഥയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ കഥയാണെങ്കിലും നിങ്ങളും ചിന്തിച്ച് നോക്കിയേ, ഒന്നിച്ചില്ല പെൺകുട്ടികൾക്കെതിരെ ഇത്ര മോശം അഭിപ്രായം പറഞ്ഞ ഒരു നേതാവിനെതിരെ ഇത്രയും വലിയൊരു പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്ത് നടപടിയാണ് അതിലുണ്ടായത്? ഇവരൊക്കെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്ന ആളുകളാണല്ലോ. എങ്ങനെയാണ് ഇവർക്കൊരു നിയമസഭയിലൊക്കെ മത്സരിച്ച് ജയിച്ചിട്ട് ഈ ഒരു ജനങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുക? അല്ലെങ്കിൽ സ്ത്രീകളെ എങ്ങനെയാണ് ഇവർക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുക? സ്വന്തം കൂടെയുള്ള ആളുകൾക്കെതിരെ ഇത്രയും മോശം പരാമർശം നടത്തിയിട്ട് എന്ത് നടപടിയാണ് ഇവർക്ക് സ്വീകരിക്കാൻ വേണ്ടി സാധിച്ചിരുന്നത്? സ്ഥാനക്കയറ്റാണ് കിട്ടിയത്. ഈ പരാതി ഉന്നയിച്ച അവരുടെ കമ്മിറ്റി അപ്പാടെ, ഈ ഹരിതയുടെ കമ്മിറ്റി അപ്പാടെ മരവിപ്പിച്ച ചരിത്രമാണ് ഈ ലീഗിനുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇനി ഈ നിയമസഭയിലായാലും മറ്റ് സ്ഥലത്തെല്ലാം ഇവർ മത്സരിക്കുമ്പോൾ സ്ത്രീകളെ കുറിച്ചിട്ടെല്ലാം പറയുന്നുണ്ടല്ലോ, ഇവരെ ആദ്യം സ്വന്തം കമ്മിറ്റിയിലുള്ള പെൺകുട്ടികൾക്ക് സംരക്ഷണം നൽകാനും അല്ലെങ്കിൽ നടപടിയെടുപ്പിക്കാനും സാധിക്കാത്ത ഇവർക്ക് എങ്ങനെ ഈ ഒരു നിയമസഭയിൽ മത്സരിച്ച് ജയിച്ചിട്ട് സ്ത്രീകളുടെ ആകെ സംരക്ഷണം ഏറ്റെടുക്കാൻ സാധിക്കും എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കണം. MSFൻ്റെ ഈ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പം അയാൾ പറയുന്നതെന്ന് വെച്ചാൽ ഇവർ ഹരിത നേതാക്കൾ അന്ന് ഈ പാണക്കാട് തറവാട്ടിലും അവിടെയൊക്കെ നേതാക്കളുടെ വീട് കയറി ഇറങ്ങിയിട്ടാണ് ഈ ഒരു സ്ഥാനമാനങ്ങളൊക്കെ നേടിയത് എന്നാണ് ഈ ജനറൽ സെക്രട്ടറി പറയുന്നത്. അപ്പോൾ ജനറൽ സെക്രട്ടറിയെ കുറിച്ചുള്ള വാർത്ത നമുക്കൊന്ന് കണ്ടുപോകാം. ഫാത്തിമ തഹ്ലിയക്കെതിരെ രൂക്ഷ വിമർശനവുമായി MSF നേതാവ്. മുൻ ഹരിത നേതാക്കളായ ഫാത്തിമ തഹ്ലിയയ്ക്കും മുഫീദ തെസ്രിക്കുമെതിരെയാണ് MSF മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി VA വഹാബ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. മീഡിയ വണ്ണ തഹ്ലിയ നൽകിയ അഭിമുഖത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു വഹാബിന്റെ രൂക്ഷ വിമർശനം. ഈ ഹരിത വിഭാഗത്തിൽ നേതാക്കന്മാരുടെ കാല് പിടിച്ചുകൊണ്ട് പാണക്കാട് വന്നും പലതവണ സിറ്റിംഗ് നടത്തിയും ഇത്തരത്തിൽ മാപ്പ് പറഞ്ഞ് പാർട്ടിക്കകത്ത് കയറിയ ഇവർ വീണ്ടും നവാസിനെ ഇത്തരത്തിൽ കൊത്തിവലിക്കുകയും പിന്നിൽ നിന്ന് ചുറ്റുകയും വേട്ടയാടും ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ പെൺ എന്ന പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് നുണയും സത്യമാക്കാം എന്ന ഒരു ചിന്ത, അത് ഒരുതരം മാനസിക വിഭ്രാന്തിയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നു. അതോടൊപ്പം ഈ മീഡിയ വൺ നടത്തിയ പരിപാടിയിൽ ഹരിതയുടെ കാര്യത്തെക്കുറിച്ചിട്ട് ഈ ഒരു പരാതിയെ കുറിച്ചിട്ടൊക്കെ ആ പെൺകുട്ടികൾ ഫാത്തിമ തഹ്ലിയോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഫാത്തിമ തഹ്ലിയ പറഞ്ഞ മറുപടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹരിതയുടെ കാര്യം പറയാം. ഇപ്പം ഹരിതയിൽ കുറച്ച് വിവാദങ്ങൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പിന്നെ അത് പിരിച്ചുവിടുന്നു, ആകെ പ്രശ്നമാകുന്നു, പിന്നെ വീണ്ടും തിരിച്ചു വരുന്നു. ആ ഒരു സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു സംഭവിച്ചത്, എങ്ങനെയാണ് അതൊന്ന് ഒതുക്കി എല്ലാം സെറ്റായി വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നത്, എങ്ങനെയാണ് വിവാദം പ്രോപ്പർലി അത് എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു അത് നമ്മൾ വീണ്ടും പറയേണ്ട കാര്യമില്ല. കാരണം എന്താ അറിയോ, പല ആൾക്കാരും അതിനെ പല രൂപത്തിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനോ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാരോ പറഞ്ഞു വെച്ച കാര്യങ്ങളും അല്ലാത്തതൊക്കെ സ്ക്രീനിൽ ഇപ്പം ഉണ്ടല്ലോ. നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ വീണ്ടും ആ സാധനത്തിന് നമ്മൾ എടുത്തുകൊണ്ടുവന്ന് സംസാരിച്ച് വഷളാക്കേണ്ട രൂപത്തിലേക്ക് വരും. വളരെ ഭംഗിയായിട്ട് അമിക്കബിളായിട്ട്, ഞാൻ ആ വാക്കാ യൂസ് ചെയ്യുക, അമിക്കബിളായിട്ട് ആ വിഷയത്തിൻ്റെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെ നമ്മൾ അതിലേക്ക് വീണ്ടും സംസാരിച്ച് പോകേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും പേടിയല്ല. ഞാൻ ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങളിൽ കാണിക്കേണ്ട ജാഗ്രത, നിങ്ങളതിനെ ജാഗ്രത എന്ന് വിളിച്ചോളൂ, ഞാൻ ആ ജാഗ്രത കാണിക്കുന്നത് മാത്രം. ഇപ്പം ഒരു വിഷയം വന്നാൽ ആ വിഷയത്തിന് ഇങ്ങനെ തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ള വാശി പലപ്പോഴും പല ആളുകളിലും കാണാറുണ്ട്. ആ ഒരു എന്താ പറയുക, കസ്റ്റമറി രീതി ഒന്ന് മാറ്റണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വളരെ ഭംഗിയായിട്ട് പരിഹരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ വിഷയത്തിൽ ഒരു നിലപാടെടുത്ത ആളാണ്. ആ നിലപാട് ഞാൻ തുറന്നു പറഞ്ഞ ഒരാളാണ്. ആ നിലപാട് പിന്നെ മാറ്റേണ്ടി വന്നിട്ടുണ്ടോ? ഒരിക്കലും മാറ്റേണ്ടി വന്നിട്ട് ഞാൻ മാറ്റിയതായിട്ട് എവിടെയും കാണാനും പറ്റില്ലല്ലോ നിങ്ങൾക്ക്. ബാക്കിയൊക്കെ നമ്മൾ ഈ വായുന്ന് ഇങ്ങനെ ആളുകൾ പറയുന്നത് കേൾക്കുകയാണ്. അത് അങ്ങനെയാണല്ലോ, ഇങ്ങനെ തീരുമാനം എടുത്തല്ലോ. എൻ്റെ റൈറ്റിങ്ങിലോ എൻ്റെ മൗത്തിൽ നിന്നോ അത്തരത്തിലുള്ളൊരു തീരുമാനങ്ങളോ കാര്യങ്ങളോ പറഞ്ഞതോ കേട്ടതോ ആയിട്ടുണ്ടെങ്കിൽ അതല്ലേ ആളുകൾ ഏറ്റവും ഫസ്റ്റ് വിശ്വസിക്കുകയും കേൾക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതിൽ പറഞ്ഞു വെക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഹരിത എന്നൊരു സംഘടന അപ്പാടെ പിരിച്ചുവിടുകയാണ്. ഈ ഹരിതയിലെ നേതാക്കൾക്കെതിരെ വിമർശനം, ഇത്രയും മോശമായ പരാമർശം നടത്തിയിട്ട് ഇവിടേക്ക് സ്വന്തം പാർട്ടിയിൽ പരാതി നൽകിയിട്ട് എന്താ പരാതി നൽകിയിട്ട് ചെയ്തത്? അപ്പോൾ തന്നെ ഈ പരാതി നൽകിയവരുടെ സംഘടന അപ്പാടെ പിരിച്ചുവിടുകയാണ്. അതിനുശേഷം ഈ PK നവാസിനെതിരെയാണല്ലോ പറഞ്ഞത്.
അപ്പോൾ പി കെ നവാസിനെതിരെ എന്ത് നടപടിയാണ് ഇന്നേ വരെ ഈ പാർട്ടി ചെയ്തത്? എങ്ങനെയാണ് ഇത് ഒത്തുതീർപ്പായത്? ഇവർ പറയുന്നുണ്ടല്ലോ പാർട്ടിക്കുള്ളിൽ ഒത്തുതീർപ്പായി എന്ന്. എങ്ങനെയാണ് ഇത് ഒത്തുതീർപ്പായത് എന്നത് പുറം ലോകത്തോട് പറയണ്ടേ? കാരണം ഇത്രയും മോശം പരാമർശങ്ങൾ നടത്തി ഇവർ വാർത്താ സമ്മേളനത്തിനടക്കം ഈ പരാമർശങ്ങളടക്കം പറഞ്ഞതാണല്ലോ. അപ്പോൾ പൊതുസമൂഹത്തിന് അറിയണം എങ്ങനെയാണ് ഈ പരിഹാരം ഇവർ കണ്ടത്. പാർട്ടിക്കുള്ളിൽ ഇവർ ഇരുന്നിട്ട് പരിഹാരം കണ്ടു എന്നല്ലേ പറയുന്നത്. എന്നാൽ ഈ പരിഹാരം കണ്ടതിന് ശേഷം ഇപ്പോൾ ഈ നിയമസഭാ സീറ്റിലടക്കം പി കെ നവാസിന് സീറ്റ് നൽകുകയാണ്. പി കെ നവാസിനെ ഒരു തരത്തിലും അവർ മാറ്റി നിർത്തിയിട്ടില്ല. പി കെ നവാസിനൊപ്പമാണ് പാർട്ടി ചെയ്യുന്നത്. അപ്പം തെറ്റ് ഇവരുടെ ഭാഗത്താണോ? ഈ ഹരിത നേതാക്കളുടെ ഭാഗത്താണോ? അങ്ങനെയെങ്കിൽ ഈ ഹരിത നേതാക്കന്മാർക്കും കൃത്യമായ സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇവർ ഒത്തുതീർപ്പാക്കിയത് എന്നതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും സ്ഥാനമാനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് VA വഹാബ് എന്ന് പറഞ്ഞത് ഇവർ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് പാണക്കാട് തങ്ങളുടെ കാല് പിടിച്ചു, അല്ലെങ്കിൽ ആ രൂപത്തിൽ ഇവർ പ്രതികരിച്ചു. അപ്പോൾ ഇവർക്ക് സ്ഥാനമാനങ്ങളാണ് വലുത്. സ്വന്തം സുഹൃത്തുക്കളുടെ, സ്വന്തം കൂടപ്പുറപ്പ്, ഒന്നിച്ചുള്ള ആൾക്കാരുടെ മാനത്തിനും ഒന്നിനും ഒരു ഇതില്ല, വിലയില്ല. കാരണം ഇത്രയും മോശം പരാമർശങ്ങൾ നടത്തിയ ആ നേതാവിനെതിരെ ഇവർ എന്ത് നടപടിയാണ് ഈ പാർട്ടിക്കുള്ളിൽ ഇവർ ഫൈറ്റ് ചെയ്തിട്ട് നേടിയത് എന്നത് പൊതുസമൂഹത്തിന് അറിയാൻ വേണ്ടി സാധിക്കണം. കാരണം ഇവരിപ്പോൾ ഈ നിയമസഭയിലൊക്കെ മത്സരിച്ചിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്നവരാണല്ലോ. അപ്പം ഭാവിയിലും ഇവരിങ്ങനെ ആയാൽ നമ്മൾ ഈ പൊതുസമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവരെ സമീപിക്കുമ്പോൾ ഈ സ്ത്രീകൾക്ക് എങ്ങനെ സംരക്ഷണം കിട്ടുമെന്നാണ് പറയുന്നത്. ആ ഒരു കാര്യം കൃത്യമായിട്ട് തന്നെ ഇവർ ജനങ്ങളോട്, പൊതുജനങ്ങളോട് പറയണം. ഈ ഒരു വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു, അല്ലെങ്കിൽ അത് പുറത്തു പറയണമല്ലോ. നടപടി സ്വീകരിച്ചത് പുറത്തു പറയാമല്ലോ. പാർട്ടിക്കുള്ളിൽ തന്നെ നടപടി, ചിലപ്പം ഈ സ്ഥാനത്ത് നിന്ന് ഇന്ന സ്ഥാനത്ത് നിന്ന് താഴേക്ക് തരം താഴ്ത്തി, അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നമില്ല. എന്ത് നടപടിയാണ് ഇവർക്കെതിരെ പാർട്ടി സ്വീകരിച്ചത് എന്നത് പൊതുസമൂഹത്തോട് പറയാൻ വേണ്ടിയിട്ട് ഈ ഹരിത നേതാക്കൾ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.